ഇവിടെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ബീഫ് ഇട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു കടയിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഇവിടുന്ന് ബീഫ് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു ബീഫ് ബിരിയാണീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിനോട് കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് ഇവിടെ ബീഫ് ബിരിയാണി കിട്ടിയിട്ടുള്ളത്. ആ റേറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബീഫ് ഫ്രൈക്ക് 60 രൂപ, ഫുള്ള് കുറഞ്ഞ പ്രൈസ് വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതുപോലെ ചെറിയൊരു കട ബിരിയാണി പ്രിപ്പറേഷൻ ചെയ്യുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്പൈസസിൻ്റെ. ആ ഇരിക്കുന്ന വ്യക്തിയാണ് ഇത് കൊണ്ട് നടക്കുന്നത്, ഇതിൻ്റെ ഒരു ഓണർ. ഒരു ഫാമിലി ആയിട്ടാണ് ഇതിങ്ങനെ നടത്തി കൊണ്ടുപോകുന്നത്. ഇതിന് നേരെ ഇപ്പുറത്തായിട്ട് വലതേ ഭാഗത്തായിട്ട് ഇതിൻ്റെ ഫങ്ഷന് കാര്യങ്ങൾക്കൊക്കെ ഉള്ള കാറ്ററിംഗ് സർവീസ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മുന്നിൽ നിന്ന് കാണാൻ കഴിയും. അങ്ങനെ ഞാൻ ഇന്നലെ മുന്നേയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടുന്ന് ബീഫ് ബിരിയാണിയാണ് കഴിച്ചതെങ്കിലും ഇപ്പോൾ ഒരു 11 മണി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ കീമ എന്ന് പറയുന്ന ഈ ഒരു ബീഫിൻ്റെ വിഭവമാണ് ഓർഡർ ചെയ്തത്. ഇത് നമ്മൾ സോയാബീനിനെ മാതൃകയാക്കിയിട്ട് ഓരോ ബോളുകളാണ്, കറക്റ്റ് അളവിലുള്ള ബോളുകളായിട്ടാണ് ഇതിങ്ങനെ കിട്ടുന്നത്. ബീഫ് അരച്ചെടുത്തിട്ട് പിന്നീട് ബോളാക്കിയിട്ട് കറിയിലേക്ക് ഇടുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ രസകരമായിട്ടുള്ള ഒരു രുചിയാണ് ഇതിൽ നിന്ന് കിട്ടിയത്. എങ്കിലും ഒരു പച്ചപ്പ് കലർന്ന ഒരു രുചി, അത്യാവശ്യം വേവ് കിട്ടാത്തൊരു രുചിയും കൂടിയും കലർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുകൂടി ഒന്ന് വേവേണ്ടതുണ്ടായിരുന്നു എന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോയി. ചപ്പാത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഹോം മെയ്ഡായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഷോപ്പിൽ തന്നെ ചെയ്യുന്ന ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല രുചികരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു രീതിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഹൈ ക്വാളിറ്റിയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഏരിയയിലൂടെയൊക്കെ പോകുന്ന ആളുകളുണ്ട് എങ്കിൽ അനന്തപൂർ മെയിനായിട്ടുള്ളൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ നേരെ താഴത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇതുപോലത്തെ ഒരു 5-6 കഷ്ണങ്ങളായിട്ടുള്ള 5-6 പീസസാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. കറിയൊക്കെ തന്നെ നല്ല തിക്കായിട്ടുള്ള കറി. നമ്മളെ നാട്ടിലെ രുചിയോട് സാമീപ്യം തോന്നും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എച്ചാതി ടേസ്റ്റ് അടിപൊളി. ആ സ്പൈസസൊക്കെ അല്ലേ, അതിനൊക്കെ കറക്റ്റാണ് വരി ഇതിങ്ങനെ കിട്ടുന്നുണ്ട്. എവിടേക്കോ ആ സ്പൈസസിൻ്റെ ഒക്കെ ഒരു രുചി കിട്ടുന്നുണ്ട്. അടിപൊളി. ഞാൻ പറഞ്ഞ പാലം ഈ കാണുന്നതാണ്. ഇതിൻ്റെ ചുവട്ടിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പെട്ടിപ്പീടികളാണ് കാണാൻ സാധിക്കുന്നത്. പെട്ടിപ്പീടികളാണെങ്കിലും ഇതെല്ലാം തന്നെ വർക്ക്ഷോപ്പുകളാണ്. നമ്മുടെ അവിടെ ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ തന്നെ പണ്ട് കാലങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി എല്ലാ ഏരിയയിലും അപ്ഡേറ്റായി. ഇവിടെ ഈ പാലത്തിൻ്റെ ചോട്ടൊക്കെ തന്നെ ഒരുപാട് പെട്ടിയായിട്ടുള്ള സ്ഥാപനങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. റിയാസ് മന്ത്രി മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു പാലത്തിൻ്റെ ചോട്ട് നമ്മുടെ നാട്ടിലും വരുന്ന പാലങ്ങൾക്കൊക്കെ ചോട്ടിലായിട്ട് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ, ടർഫുകൾ, ഫുഡ് കോർട്ടുകൾ എല്ലാം തന്നെ ചെയ്യാൻ കഴിയും എന്നുള്ളതിന് ഇതൊരു ഉത്തമ ഉദാഹരണമാണ്. നമ്മൾ ഒന്നും കൂടി അപ്ഡേറ്റ് ആയിട്ട് ചെയ്താൽ മതി എന്ന് മാത്രം. എല്ലാം തന്നെ ലൈസൻസൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഇവിടുത്തെ ജീവിത രീതികളും ഈ ഒരു കൾച്ചറുമൊക്കെയാണ് നമ്മളിങ്ങനെ നോക്കിക്കാണേണ്ടത്. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ എല്ലാത്തിനും റേറ്റ് കൂടുതലാണ് എന്നുള്ളതും വേറെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇതുപോലത്തെ ഒരു ഫുഡ് കോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് 5 രൂപയെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ചുറ്റുപാട് നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ പാലത്തിൻ്റെ അടിഭാഗമെല്ലാം നല്ല വൃത്തിയിൽ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ കേരള സ്റ്റൈൽ ബിസിനസ് ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു ഏരിയയാണ് അനന്തപൂർ. നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പകുതി ഇൻവെസ്റ്റ് ചെയ്താൽ മതി അതുപോലത്തെ ബിസിനസ് ഇവിടെ കൊണ്ടുവരാനായിട്ട്. ഇവിടെ അങ്ങനത്തെ ഒരു ബിസിനസ് സാഹചര്യം നമ്മുടെ നാട്ടിനെ വെച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഒരു 10 വർഷമെങ്കിലും മുന്നിലേക്ക് അപ്ഡേറ്റ് ആകും എന്നുള്ളതും വേറൊരു പ്രത്യേകതയാണ്. കാരണം ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം തന്നെ കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു ചെറുകിട ബിസിനസ്സുകളാണ് എല്ലാ ഏരിയയിലും കാണുന്നത്. ഫുഡൊക്കെ വളരെയധികം സാധ്യതയാണ്. സ്ട്രീറ്റ് ഫുഡുകളെല്ലാം തന്നെ ഉണ്ടെങ്കിലും റേറ്റ് കുറവാണെങ്കിലും നല്ല ഫുഡ് കൊടുക്കുന്ന ഹൈജീനിക്കായിട്ടുള്ള കടകൾക്കൊക്കെ തന്നെ വലിയൊരു സാധ്യത ഈ ഒരു ഏരിയയിൽ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധ്യതകളെല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ വന്ന് നിന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എനിക്ക് വിളിച്ച് ചോദിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ബാക്കിൽ പോകാൻ ടൈമില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇവിടെ മന്തിക്കൊക്കെ തന്നെ ക്വാർട്ടർ മന്തിക്ക് 350 രൂപയാണ് റേറ്റ്, ഹാഫ് മന്തിക്കാണെങ്കിൽ 700 രൂപയും. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി നമ്മുടെ നാട്ടിൽ നിന്നും എത്രത്തോളം സാധ്യത ഫുഡ് മേഖലയിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത്.